Hey guys, welcome back to our channel WOLO. We only live once. അപ്പോൾ ഇന്ന് ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ ഫേവറേറ്റ് ലിൻഡാസ് ഫഡ്ജ് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്കിന് ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ സോൾട്ട്, 2 egg, 2 കപ്പ് ഷുഗർ, 1 കപ്പ് ഹോൾ മിൽക്ക്, 1/2 cup vegetable oil, 2 teaspoon vanilla essence, 1 cup boiling hot water. അടുത്തത് ഇനി ഗണാഷിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 2 cups semi sweet choco chips, 1 cup whipping cream, 1.5 tablespoon butter, 1 teaspoon vanilla essence. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ആദ്യമേ ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ ആൻഡ് സോൾട്ട് എടുത്ത് 3 പ്രാവശ്യം സിഫ്റ്റ് ചെയ്യാം. ബീറ്ററിന്റെ ബൗളിലോട്ട് എഗ്സ് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതിലോട്ട് ഷുഗർ പാർട്ട് ബൈ പാർട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക till it becomes frothy. ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഹോൾ മിൽക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വാനില എസൻസും ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഇതിലോട്ട് ബോയിലിംഗ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് പിന്നെയും മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര വാട്ടറി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് ഇത്. കണ്ട് ആരും പേടിക്കണ്ട, നമ്മുടെ നോർമൽ കേക്ക് ബാറ്റർ പോലെ അല്ല ഇരിക്കുന്നത്, പക്ഷേ ഇങ്ങനെയാണ് അതിന്റെ ബാറ്റർ. ഇനി നമുക്ക് ഒന്നുകിൽ 2 സെയിം സൈസ് ഉള്ള കേക്ക് ടിൻസ് എടുക്കാം, ഇല്ലെങ്കിൽ ടിയർ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ 2 ഡിഫറെന്റ് സൈസ് ഉള്ള കേക്ക് ടിൻസ് എടുക്കാം. ഞാനിവിടെ ടിയർ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്, സോ ഞാനൊരു 8 ഇഞ്ചും ഒരു 6 ഇഞ്ച് കേക്ക് ടിൻ ആണ് എടുത്തേക്കുന്നത്. അത് ഗ്രീസ് ചെയ്ത് ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കുക. കേക്ക് ടിൻ നല്ലപോലെ ടാപ്പ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം at 175 degrees Celsius for 30 to 35 minutes or till the skewer comes out clean. ഇത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. ആദ്യമേ ഒരു മൈക്രോവേവ് സേഫ് ബൗൾ എടുക്കുക. അതിനകത്തോട്ട് സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്കോ ചിപ്സും വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്യുക. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1.5-2 മിനിറ്റ് മൈക്രോവേവ് ചെയ്യുക, ഇതൊന്ന് ഫുള്ളി മെൽറ്റ് ആക്കി കിട്ടാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൽ പിന്നെയും ലംസ് കാണുന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് കൂടെ മൈക്രോവേവ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബൗളിലോട്ട് ഈ സമയത്ത് ഒഴിക്കാം. എൻ്റെ എമൗണ്ട് ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ബൗൾ ചേഞ്ച് ചെയ്തു. ആൻഡ് നല്ലപോലെ മിക്സ് ചെയ്യുക till there are no lumps. ഇതിനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആൻഡ് എവറി 10 to 15 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് എടുത്ത് മിക്സ് ചെയ്ത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം till our cake is baked. ഇപ്പം നമ്മുടെ 8 ഇഞ്ച് കേക്ക് ടിന്നിലെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അത് ഞാൻ കൂൾ ചെയ്യാൻ വെച്ചു. കൂളായ ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് ഇത് ഡിമോൾഡ് ചെയ്തു. ഈ കേക്കിന് പൊങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് പേടിക്കണ്ട, നമുക്കതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ഈ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യാം യൂസിങ് എ നൈഫ് ഓർ ഡെന്റൽ ഫ്ലോസ്. ഇനി നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗണാഷ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അത് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, സോ ദാറ്റ് ആ ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് അതിലോട്ട് സ്റ്റിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിന് മുകളിൽ ഗണാഷ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ ഓഫ് കേക്ക് വെക്കുക. അതിലോട്ടും സൈഡ്സിലും ഗണാഷ് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്കൊരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് ഇതിലൊരു ഡിസൈൻ കൊടുക്കാം. ഈ സ്ക്രേപ്പർ ഞങ്ങൾ ഷീന്ന് വാങ്ങിച്ചതാണ്, അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് സൈഡ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ കേക്ക്, നമ്മുടെ 6 ഇഞ്ച് പാനിലെ കേക്ക് ബേക്കായി. ഇനി ഞാനത് കൂൾ ചെയ്യാനെടുത്ത് വെക്കുകയാണ്. അത് കൂളായി കഴിഞ്ഞ ശേഷം ഡിമോൾഡ് ചെയ്യുക. മുകളിലത്തെ പൊങ്ങിയിരിക്കുന്ന പോർഷൻ പിന്നെയും കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ലെയർ നമുക്ക് നേരത്തെ കേക്കിന് മുകളിലോട്ട് വെക്കാം. ഇതിന് മുകളിലോട്ടും ഗണാഷ് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രേപ്പർ യൂസ് ചെയ്ത് ഡിസൈൻ കൊടുക്കുക. നമുക്കിനി ഇതിൻ്റെ സൈഡ്സിൽ ചോക്കോ ചിപ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് സൈഡ്സിൽ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ കേക്ക് റെഡി. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.